തീവ്ര ചുഴലിക്കാറ്റ് മോന്ത കരുത്താർജിച്ച് തീരത്തേക്ക്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ആന്ധ്രാ തീരം തൊടും. മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് സൂചന. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മോന്ത ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത പരിശോധിക്കാം. ആദ്യം ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുൺ എ ജോസ് ആണ് ഇപ്പോൾ ചേരുന്നത്. സരുൺ, നിലവിൽ തീരത്തുനിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സരുൺ? ഉന്മേഷ്, ഇന്നലെ രാവിലെയാണ് ബംഗാൾ ഉൾക്കടലിൽ മോന്ത ചുഴലിക്കാറ്റ് രൂപം പ്രാപിച്ചത്. ഇന്ന് രാവിലെയോടെ ഈ ചുഴലിക്കാറ്റ്, മോന്ത ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു, അതിന്റെ കരുത്താർജിക്കുകയായിരുന്നു. ഇപ്പോൾ ഉന്മേഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കാക്കിനഡ, അതായത് ആന്ധ്രാ തീരത്ത് നിന്ന് 150 കിലോമീറ്ററോളം അകലെയാണ് ഇപ്പോൾ ഈ മോന്ത ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് ഇപ്പോൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയാണ് ഈ കാറ്റ് കൈവരിക്കുക. അത് ആന്ധ്രാ തീരത്ത് കാക്കിനഡയിലാണ് ഇത് തീരം തൊടുക. ഈ സമയത്ത് 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗത ഈ മോന്ത ചുഴലിക്കാറ്റിന് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത്. ഇത് ഈ കരയിൽ ആഞ്ഞു വീശും, അതായത് ആന്ധ്രയുടെ തീര ജില്ലകളിൽ മുഴുവനും ഈ കാറ്റിന്റെ സ്വാധീനമുണ്ടാകും. ഇതിനകം തന്നെ ആന്ധ്രയുടെ തീര ജില്ലകളിൽ ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴയും അതുപോലെ തന്നെ കനത്ത കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. ഈ ഇന്ന് വൈകിട്ടോടെ ഈ തീരം തൊടുന്നതോടെ ഈ ചുഴലിക്കാറ്റിന്റെ വേഗത കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പിന്നീട് ഒഡീഷ തീരത്തേക്കായിരിക്കും ഈ കാറ്റ് നീങ്ങുക. അപ്പോഴേക്കും ഇതിന്റെ തീവ്രത മാറി ഇതിന്റെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത്. ഒഡീഷ തീരത്ത് ഇത് ശക്തി കുറഞ്ഞാണ് ഈ കാറ്റ് വീശുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ ഒഡീഷ തീരത്തും അതുപോലെ തന്നെ ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.